ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. അപ്പോൾ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഞാനിന്ന് നാട്ടിൽ പോവാണ്. ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഫ്രണ്ട് ഡാന ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് എല്ലാം പാക്കൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇവിടെ എൻ്റെ കൂടെ വന്ന് കുറേ എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ പോന്നു, ഇവിടെ എന്നെ കൊണ്ടുവിടുന്നു. അപ്പം നമുക്ക് അടുത്ത വിശേഷം കാണാം. അങ്ങനെ നമ്മുടെ പെട്ടി പാക്ക് ചെയ്തു. പിന്നെ എൻ്റെ 7 kg ബാഗ്, പിന്നെ എക്സ്ട്രാ ഒരു ഹാൻഡ് ബാഗ്. ഇതാണ് ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന് തനിക്ക് കഴിയുന്നവനും കർത്താവിന് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടെ നിന്ന് വേടിൻ്റെ കെണിയിൽ അങ്ങനെ നമ്മുടെ ആൻമരിയെ യാത്രയാക്കുകയാണ്. ഗായ്സ്, ഞങ്ങൾ അങ്ങനെ ഇവിടെ ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ സാധനം കൊണ്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ ഗായ്സ്, ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ ഞങ്ങൾ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ട്രെയിൻ 11:45 വരുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ട്രെയിൻ ഇതുവരെ വന്നില്ല. 11:45 നമ്മുടെ സമയം. അപ്പം ഞങ്ങളിങ്ങനെ ഇരിക്കുന്നു. ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ഇപ്പോൾ എടുത്തതേ ഉള്ളൂ. ആൻമരി പതി പാട്ടൊക്കെ കേട്ട് മയങ്ങാനുള്ള പ്ലാനിൽ. 2 മണിക്കൂർ യാത്രയും കൂടെ ഗൈസ്. നല്ല ആളുണ്ട്. നമ്മളിവിടുന്ന് കയറി നമ്മൾ നാളെ മോർണിംഗ് ഫ്രാങ്ക്ഫർട്ട് എത്തത്തുള്ളൂ. അതുകൊണ്ടാണ് നൈറ്റ് ആയതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആവുന്നത്. അല്ലാതെ നമ്മൾ നോർമൽ പോകുകയാണെങ്കിൽ ജസ്റ്റ് 2 hours ഉള്ളൂ. ഇപ്പം ഇത്രയും ട്രാവലുണ്ട്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. ഞങ്ങളങ്ങനെ സാർ ബ്രൂക്കനിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. ഇനി ഞങ്ങളുടെ അടുത്ത കണക്ഷൻ വരുന്നത് ഫ്രാങ്ക്ഫർട്ടിലോട്ടാണ്. അത് 3:45. അപ്പോൾ ഞങ്ങൾ ഇവിടെ 2 മണിക്കൂർ ഇരുന്ന് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് ഗൈസ്. അങ്ങനെ എൻ്റെ ഇമിഗ്രേഷനും ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ് ഞാനിവിടെ എൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. ഇപ്പോൾ ഒരു സമയം 7 മണിയായി. എൻ്റെ ഫ്ലൈറ്റ് 12 മണിക്കാണ്. അപ്പം കുറേ ടൈം ഉള്ളതുകൊണ്ട് ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ കുറച്ച് നേരത്തെ എത്തി. അതുകൊണ്ട് തന്നെ ഇവിടെ വെയിറ്റ് ചെയ്തേ പറ്റും. അതുകൊണ്ട് ഞാനിവിടെ എൻ്റെ സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഞാൻ മറ്റേ ഫ്ലൈറ്റ് കാണുന്ന സ്പോട്ടിലാണ്. അപ്പോൾ അത് കാണിച്ചു തരാം. ഞാനിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫ്ലൈറ്റ് പോകും. അപ്പം ഞാൻ ഇത്രയും വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഫോണൊക്കെ ഇവിടെ ചാർജ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോണൊക്കെ ചാർജ് ചെയ്ത് ഇങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഞാനിങ്ങനെ ഫ്ലൈറ്റ് കയറി ഭയങ്കര എക്സൈറ്റഡാണ് നാട്ടിൽ പോകാൻ വേണ്ടി. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറിയിരുന്നു. നമുക്ക് കയറിയിരുന്നപ്പം തന്നെ അവർ നമുക്ക് ഫുഡൊക്കെ കൊണ്ടു തന്നു. പിന്നത്തെ ഇവിടെ സ്ക്രീനിൽ കുറേ മൂവീസൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ആ മൂവീസൊക്കെ കുറേ കണ്ടു. പിന്നെ നല്ലതായിരുന്നു. കഴിഞ്ഞ തവണത്തെക്കാൾ ഏറെ അവർ കുറേ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫുഡായാലും മൂവീസ് ആണെങ്കിൽ അതുപോലെ ബാക്കി ഫ്ലൈറ്റിൻ്റെ കുറേ ഓർഗനൈസേഷൻ ആണെങ്കിലും കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഇവിടെ മൂവിയൊക്കെ കണ്ട് ഇങ്ങനെ ഉറങ്ങിയൊക്കെ ഇരുന്നു. പിന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ഫ്ലൈറ്റ് ക്യാൻസലാക്കുമോ അതോ ടൈം ചേഞ്ച് ആക്കുമോ എന്നൊക്കെ. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് നല്ല ട്രാവലായിരുന്നു. പിന്നെ അവർ ഫുഡ് കൊണ്ടുത്തന്നു. അതൊക്കെ കഴിച്ചെന്നിട്ട് ഞാനൊന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ ഡൽഹി ലാൻഡ് ചെയ്തിട്ട് എയർ ഇന്ത്യ ആണെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ലഗേജ് ട്രാൻസ്ഫർ ചെയ്യണം, സെൽഫ് ട്രാൻസ്ഫർ. അപ്പം ഞാൻ എൻ്റെ ലഗേജൊക്കെ മാറ്റി അവിടെ കൊണ്ട് കൊടുത്തു. ഗൈസ്, അങ്ങനെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു, ഇമിഗ്രേഷൻ കഴിഞ്ഞു, അങ്ങനെ എല്ലാം കഴിഞ്ഞു. അങ്ങനെ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഗേറ്റിൻ്റെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സമയം 2 മണി ആയതുള്ളൂ. എൻ്റെ ഫ്ലൈറ്റ് 4 മണിക്കാണ്, 4:55. അപ്പോൾ എനിക്ക് കുറേ ടൈം ഉണ്ട്. എന്നാലും ഞാൻ കുറച്ച് നേരത്തെ പോയിരുന്ന എൻ്റെ ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനെല്ലാം കഴിഞ്ഞ് ഇപ്പം ഗേറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 2:30, 4:55 ഫ്ലൈറ്റ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു.
എൻ്റെ ഫ്ലൈറ്റ് പിന്നെയും ടൈം ചേഞ്ചായി. നമ്മളുടെ ഫ്ലൈറ്റ് നേരത്തെ 4:55 ഇപ്പം അത് 6 കുറച്ച് അത് മുമ്പേ അത് 6 ഇപ്പം അത് 6:30 ഞാൻ കൊച്ചിയിലൊരു 9:30 ആകുമ്പോൾ ലാൻഡ് ചെയ്യും. അങ്ങനെ ഇനി 6:30 വരെ നമ്മളിവിടെ ഇരിക്കണം. അതാണ് അവസ്ഥ. പിന്നെ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഡൽഹിക്ക് കയറി നാട്ടിലെത്തി. അമ്മ പിന്നത്തെ ഇത് എൻ്റെ അച്ഛൻ്റെ ഇത് ധോണി. ഞാനങ്ങനെ നാട്ടിലെത്തി. ഹായ് ഗൈസ്, അങ്ങനെ ഞാൻ വീട്ടിലെത്തി. അപ്പം ഈ വ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.